പണക്കാരനാകാം അതും ഹലാലായ മാർഗത്തിൽ. അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നാലാമത്തെ എപ്പിസോഡിലായിട്ട് നമ്മൾ ലെവൽ 3നെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഇൻഷുറൻസ്. പക്ഷേ ആ വീഡിയോയിൽ നമുക്കതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് ലെങ്ത് കൂടിയത് കാരണം. അതുകൊണ്ട് ഇൻഷുറൻസ് എന്നുള്ള ടോപ്പിക്കിൽ അതിൻ്റെ പാർട്ട് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഇൻഷുറൻസിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഇൻഷുറൻസ്, കൺവെൻഷണൽ ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിലൊരുപാട് ടൈപ്പ് ഇൻഷുറൻസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണലായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഐ ബട്ടണായിട്ട് ഞാൻ ആ പാർട്ട് 1 കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കണ്ട് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻഷുറൻസ് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിപത്തുകൾ സംഭവിക്കുന്ന സമയത്ത് അത് സാമ്പത്തികപരമായിട്ട് നമ്മളെ സഹായിച്ചേക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം അത് ഹലാലല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം നമ്മളതിൻ്റെ ഫിനാൻഷ്യൽ സൈഡിലേക്ക് ഹലാൽ ഹറാം എന്നൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ ലോജിക്കിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമ്പത്ത് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. സമ്പത്ത് മാറ്റി വെക്കുക, ഒരുപാട് സമ്പത്ത് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ എമൗണ്ട് അല്ലേ എന്ന്. ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് ആ ഒരു എമൗണ്ടിൽ എന്തുണ്ടാകും, വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ എക്കണോമിക്സിലൊക്കെ നമ്മളതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച തുക നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മിസ്സാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തരാം. സപ്പോസ് ഒരാൾ ഒരു 5000 വെച്ച് ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതിക്കോ. അയാൾ അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾ കൺസിസ്റ്റൻ്റായി ചെയ്ത് എല്ലാ മാസവും 5000 രൂപ വെച്ച് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് 10 വർഷം അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് അയാൾക്ക് അടക്കേണ്ട തുക 6 ലക്ഷം ആയിരിക്കും. പക്ഷേ 12% റിട്ടേൺ കിട്ടുന്നത് കൊണ്ട് തന്നെ അയാളുടെ 10 വർഷം കഴിയുന്ന സമയത്ത് അയാളുടെ കയ്യിലുള്ള എമൗണ്ട് 11,61,695 രൂപയായിരിക്കും. അതായത് 5,61,695 രൂപ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ 6 ലക്ഷം അടച്ചിട്ടുള്ളൂ, അതിന് പുറമെ 5,61,695 സംതിങ് റുപ്പീസ് എന്ത് ചെയ്യും, അത് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യും, അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ലാഭമാണ്. ഇനി ഈ 10 വർഷം എന്നുള്ളതിന് പകരം ഒരാൾ 15 വർഷമാണ് ഈ സ്ട്രീമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അയാൾ 9 ലക്ഷം അടച്ചിട്ടുള്ളൂ. പക്ഷേ അയാളുടെ 15 വർഷം കഴിയുമ്പോൾ അയാളുടെ കയ്യിലുള്ള എമൗണ്ട് എത്ര ആയിരിക്കും, 25,22,850 ആയിരിക്കും. നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. അതായത് 10 വർഷം എന്നുള്ളത് ഒരു 5 വർഷം കൂടെ കഴിഞ്ഞപ്പോഴേക്കേ നമുക്ക് 10 വർഷം കൊണ്ട് ഇത്ര എമൗണ്ടേ ഉണ്ടായിട്ടുള്ളൂ. നേരെ മറിച്ച് ഒരു 5 വർഷം കൂടെ കൂടിയ സമയത്ത് നേരെ അത് 25 ലക്ഷത്തിലേക്ക് എന്ത് ചെയ്തു, വലുതായി. അതായത് 16,22,850 രൂപ നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ടൈമാണ് ഫാക്ടർ. നിങ്ങൾ ടൈം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് എത്ര കാലത്തേക്കാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത്, അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക വളരെ കുറഞ്ഞതാണെങ്കിൽ പോലും ഒരു ഹ്യൂജ് വെൽത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി അതേ എമൗണ്ട് നിങ്ങൾ 20 വർഷത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപയെ നിങ്ങൾക്ക് അടക്കേണ്ടതുള്ളൂ. പക്ഷെ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക എത്രയായിരിക്കും, 49 ലക്ഷത്തി സംതിങ്. അതായത് ഏകദേശം 50 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 20 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര, 37,95,740 രൂപ. അതിനുവേണ്ടി നിങ്ങൾ മാറ്റി വെച്ചത് എത്ര രൂപ മാത്രമാണ്, വെറും 5000 രൂപ. ഇതിന് പകരം നിങ്ങൾ ഇൻഷുറൻസ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് സാധാരണ കൺവെൻഷണൽ ഇൻഷുറൻസ് ടീം അതിനെ പബ്ലിസിറ്റി കൊടുക്കുന്നത് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ 20 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഇൻഷുറൻസ് തുക ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പെട്ടെന്നൊന്ന് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ സാധാരണ ജനങ്ങളൊക്കെ എന്ത് ചെയ്യും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ 20 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ അടച്ചു എന്ന് എഴുതിക്കോ. 20 വർഷം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇയാൾക്ക് എന്താ ബാക്കിയാവുക, ഒന്നും കിട്ടൂല. അതായത് ആ അടച്ച ക്യാഷ് അത് കമ്പനിയുടെ പ്രോഫിറ്റായി മാറി എന്നല്ലാതെ അതിൽ നിന്നൊന്നും വെൽത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ബിൽഡ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മിസ്സാക്കുന്നത്.
അതുകൊണ്ട് ഇൻഷുറൻസിൻ്റെ പിറകെ പോയിട്ട് നമ്മുടെ സമ്പത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. ഞാൻ ഈ 5000ൻ്റെ എക്സാമ്പിൾ പറയുന്ന സമയത്ത് ചിലവർക്ക് തോന്നും ഈ 5000 ഒന്നും ഒരു മാസത്തിൽ ചിലപ്പം മാറ്റി വെക്കാൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചില ആൾക്കാരുണ്ടാവാം. പിന്നെ വരുമാനം കുറവോ അല്ലെങ്കിൽ ചിലവ് കൂടുതലോ ഉണ്ടെങ്കിൽ അത്ര മാറ്റി വെക്കാനില്ലാത്ത ആൾക്കാർക്ക് പോലും വേണമെങ്കിൽ അത്യാവശ്യം വെൽത്ത് ബിൽഡ് ചെയ്യാം. ഞാനൊരു 1000 രൂപയുടെ എക്സാമ്പിൾ എടുക്കാം. ഒരാൾക്ക് മാസത്തിൽ 1000 രൂപയെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ അയാൾ 10 വർഷത്തിൽ അയാൾ 1,20,000 രൂപയായിരിക്കും എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അയാൾക്ക് ലഭിക്കുന്ന 10 വർഷം കഴിയുന്ന സമയത്ത് അയാൾക്ക് ലഭിക്കുന്ന തുക 2,32,000 സംതിങ് ആയിരിക്കും. അതായത് അതിൽ നിന്നുള്ള ലാഭം 1,12,000 സംതിങ് ഉണ്ടാവും 10 വർഷം കഴിഞ്ഞാൽ. ഇനി അതേ തുക തന്നെ 15 വർഷം കഴിയുന്ന സമയത്തോ 1.8 ലാക്ക് 1,80,000 രൂപയായിരിക്കും അടക്കേണ്ടി വരിക. പക്ഷെ അതിൽ നിന്ന് കിട്ടുക 5,04,576 രൂപയായിരിക്കും. പ്രോഫിറ്റ് 3,24,000 സംതിങ്. ഇനി അതേ തുക 20 വർഷത്തേക്കാണെങ്കിലോ അടക്കേണ്ടതായിട്ട് വരെ 2,40,000 രൂപ മാത്രമേ അടച്ചിട്ടുണ്ടാവുള്ളൂ. നേരെ മറിച്ച് അയാൾക്ക് കിട്ടുന്ന തുക എന്തായിരിക്കും, ഏകദേശം 10 ലക്ഷം രൂപ അയാൾക്ക് എന്ത് ചെയ്യും, കയ്യിൽ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് അയാൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് 7,59,000 സംതിങ് റുപ്പീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും റിട്ടേൺ നമുക്ക് കിട്ടും അടച്ചതിനേക്കാളും ഒരുപാട്. അത് നമ്മൾ തികച്ചും ഹലാലായ രീതിയിൽ തന്നെയാണ്. അതായത് കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെൽത്ത് ബിൽഡ് ചെയ്യാം. ഇവിടെ ഞാൻ 12% എന്ന് പറഞ്ഞത് ഒരു ആവറേജ് റിട്ടേൺ ആണ് കേട്ടോ. അത് ചിലപ്പോൾ നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ 12% എന്നുള്ളത് 20% ഒക്കെ ആകാം. ഇപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ, കൊറോണ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധം പോലെ വല്ല ക്രൈസിസ് വരുന്ന സമയത്ത് ഈ റിട്ടേണിൽ ചിലപ്പം കുറവുകൾ ഉണ്ടാവാം. ഈ 12 ലക്ഷം എന്നുള്ളത് 12% എന്നുള്ളത് ചില സമയത്ത് ചിലപ്പോൾ 0% റിട്ടേൺ കിട്ടുന്ന സമയങ്ങൾ ഉണ്ടാവാം, നഷ്ടം വരുന്ന സമയങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ, ഒരു ലോങ് ഡ്യൂറേഷൻ നമ്മൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 12% റിട്ടേൺ കിട്ടുകയാണെങ്കിലുള്ളൊരു അവസ്ഥ ഇതാണ്. അതിനേക്കാളും കൂടുതലും കിട്ടാം, കുറവും കിട്ടാം, അങ്ങനെ പല സ്ട്രീമുകൾ ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചാണ്. നമ്മുടെ അവസരങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിസ്സാക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസിലേക്ക് അടക്കുന്നതിന് പകരം ഇൻഷുറൻസിലേക്ക് അടക്കാതെ അത് വെറുതെ ഇങ്ങനെ ചിലവാക്കി കളയല്ല, അത് പ്രോപ്പറായിട്ട് നിങ്ങൾ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ പരമ്പരാഗതമായിട്ട് എടുക്കുന്ന ഇൻഷുറൻസുകൾക്ക് ചിലപ്പോൾ ഒരുപാട് ചതിക്കുഴികൾ ഉണ്ടാകാം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല, കാരണം ഞാനതിന് ഇൻഷുറൻസ് എടുത്തിട്ടില്ല, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂടുതൽ അറിയില്ല. പക്ഷേ ഏകദേശം നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയുന്ന കുറച്ച് അറിവുകൾ വെച്ചിട്ട് അതിൽ ഒരുപാട് ക്ലോഷർ വെച്ചിട്ടുണ്ടാവും നമ്മളെ. അതായത് അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലെയിം ചെയ്യാതിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്, അതിനുള്ള സാധ്യതകളെ കുറിച്ചാണ് അവരെന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എഗ്രിമെൻറ്റുകളിൽ ചെറുതായിട്ട് ഒരുപാട് പാരഗ്രാഫ് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്ന എഗ്രിമെൻറ്റിൽ നമ്മൾ വെറുതെ ഒപ്പിട്ട് കൊടുക്കും. പക്ഷേ ആ എഗ്രിമെൻറ്റുകളിൽ പല ക്ലോഷറുകളും അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും. അതിൽ പെട്ട ഒന്നാണ് പിന്നെ ഹിഡൻ വെയിറ്റിംഗ് പീരിയഡ്സ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ന്യായപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചില ആൾക്കാർ രോഗത്തിന് വല്ല ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വെച്ചിട്ട് എന്ത് ചെയ്യും, ഇൻഷുറൻസ് എടുക്കും. ആ ഒരു സമയം വെച്ച് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ കുറഞ്ഞ എമൗണ്ടേ ഒരു വർഷത്തിൽ ഇൻഷുറൻസ് അയാൾ എടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിന് ഹ്യൂജ് എമൗണ്ട് ഇയാൾക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ വെക്കുന്ന ഒരു ക്ലോഷറാണെന്ത്, ഈ ഹെർണിയ, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് തുടങ്ങിയ അങ്ങനത്തെ ഐറ്റംസ് അസുഖങ്ങൾ ഒരു പെട്ടെന്നായിട്ട് വരുന്ന അസുഖങ്ങളല്ലല്ലോ. അതിൻ്റെ ലക്ഷങ്ങൾ കുറച്ചും കൂടി മുൻകൂട്ടി എന്ത് ചെയ്യുക, പിന്നെ വരും. അതുകൊണ്ട് തന്നെ 2 മുതൽ 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഈ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഈ രൂപത്തിലുള്ള ഒരു 4 വർഷമൊക്കെ സ്ഥിരമായിട്ട് ഒരാൾ ഇൻഷുറൻസ് നന്നായിട്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു 5ാമത്തെ വർഷത്തിലൊക്കെ എർണിയ പോലത്തെ അസുഖങ്ങൾക്ക്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് പോലത്തെ അസുഖങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് അതിനൊന്നും എന്ത് ചെയ്യൂല, ഇൻഷുറൻസ് കിട്ടൂല, അയാൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നുള്ളത് കോ പേയ്മെൻറ്റ്. ഇപ്പോൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ എമൗണ്ടിൻ്റെ ഒരു 10%, 20% അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അത് കോ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ അടക്കുന്നതിനോടൊപ്പം നമ്മളും എന്ത് ചെയ്യണം, അടക്കേണ്ടി വരും ആ ബില്ലിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്ലോഷറുകൾ ശ്രദ്ധിക്കാതെ ചിലപ്പം പലരും എന്ത് ചെയ്യും, പല ഗണികളിലും പെടാൻ സാധ്യതയുണ്ട്. പിന്നുള്ള ഒരു ഐറ്റം എന്താ വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ മോട്ടോർ വാഹന ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്തേ നമ്മൾ ബമ്പർ ടു ബമ്പർ എടുത്തു.
എന്നിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പിറ്റത്തെ വർഷം നമുക്ക് ബമ്പർ ടു ബമ്പർ എന്ത് ചെയ്യൂല, കിട്ടൂല. അഥവാ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളുടെ ബോണസ് കട്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ബമ്പർ ടു ബമ്പർ കിട്ടില്ല, വണ്ടി കുറച്ച് പഴകിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ക്ലെയിം ചെയ്യുന്ന ആൾക്കാരെ ബമ്പർ ടു ബമ്പറിൽ നിന്ന് മാറ്റിയിട്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്കോ തേർഡ് പാർട്ടിയിലേക്കോ ഇങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം പിന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു സംഗതിയാണ് നമ്മുടെ കൺവെൻഷണൽ ഇൻഷുറൻസ്. ഇതിൻ്റെയൊക്കെ പുറമെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് തവക്കലിൻ്റെ പ്രശ്നമാണ്. നമ്മൾ അത്യാവശ്യം ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇനി അഥവാ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അത് നമ്മളെ കയ്യിൽ ഫിനാൻഷ്യലി നമ്മളെ ദരിദ്രനാക്കൂല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇൻഷുറൻസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ദൈവത്തെ വരമേൽപ്പിക്കുന്ന ആ തവക്കലുണ്ടല്ലോ, ആ തവക്കുലിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, കുറവുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒന്ന് വരും നാളെ പോകും, അത് മാറിക്കളിക്കുന്ന നിഴല് പോലെയാണെന്നാണല്ലോ സാധാരണ പറയല്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരാം. അപ്പോൾ അതല്ല വിഷയം, തവക്കുലാണ് വിഷയം. തവക്കുലാക്കുക എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഒരു കാര്യം അതിനു വേണ്ടി ചെയ്യാതെ ഫുള്ള് തവക്കുലാക്കലല്ല. അങ്ങനെയല്ല റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? അതായത് ഒരു സ്വഹാബി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥ. അതായത് ഒരു സ്വഹാബി പള്ളിയിലേക്ക് പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് വന്നു. ആ ഒട്ടകത്തിനെ കെട്ടിയിടാതെ നേരെ പള്ളിയിലേക്ക് കയറി റബ്ബിൽ തവക്കുലാക്കി, ഒട്ടകം എവിടേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബിൽ തവക്കുലാക്കി പിന്നെ പള്ളിയിലേക്ക് വന്ന ഒരു സ്വഹാബിയെ റസൂലുള്ള ഉപദേശിച്ചത് ആ ഒട്ടകത്തെ നീ ആദ്യം കെട്ടിയിടുക, എന്നിട്ട് അള്ളാഹുലേക്ക് തവക്കുലാക്കുക എന്നാണ്. അതായത് അതിന് സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വമേധയാ ചെയ്യുകയും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എല്ലാത്തിൻ്റെയും പുറമെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുമെന്ന്. ചിലപ്പോൾ അത് പിന്നെ ആ ഒരു മാസ്റ്റർ പ്ലാനിൽ ചിലപ്പം ആ ഒട്ടകത്തെ മിസ്സാവാനുള്ള സാധ്യതകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ടത് ആദ്യം ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ടോ അള്ളാഹുവിൽ തവക്കുലാക്കുക. അപ്പോൾ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും ആ ഒരു സംഗതിയെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പക്ക പ്ലാനിങ്ങോട് കൂടി വേണം പോകാൻ. അതിന് പുറമെ അതിൻ്റെയൊക്കെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് തവക്കുലാക്കുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിലെ സർവ്വ മേഖലകളിലും അള്ളാഹുവിലുള്ള തവക്കുൽ ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇൻഷുറൻസിൻ്റെ ഗൂഗിൾ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ അവസാനിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് ശരിക്കും എന്തായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് ഈസ് ദ അഷ്വറൻസ് ടു ബി പ്രൊട്ടക്റ്റഡ്. സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഉറപ്പിനെയാണ് ശരിക്കും ഇൻഷുറൻസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വരുന്ന ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഗതികളോ ഒഴിവാക്കാൻ ഒരിക്കലും ഇൻഷുറൻസിന് കഴിയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ജനങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നത്? അതൊരൊറ്റ ഭയപ്പാട് കൊണ്ട് മാത്രമാണ്. ഒരാളെ മാത്രം ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. എന്തിനെ ഭയപ്പെട്ടുകൊണ്ട്? ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട്. അതായത് നമ്മളിതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാ സമ്പാദ്യങ്ങളും, നമ്മൾ ഇൻവെസ്റ്റിംഗ് ആയിട്ടും ഓപ്പർച്യൂണിറ്റി ഫണ്ടായിട്ടും എമർജൻസി ഫണ്ടായിട്ടും നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ സമ്പാദ്യങ്ങളും ഒരു ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ അത് വൈപ്പൗട്ടായി പോകും. അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ വഴുതി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ജനങ്ങൾ ഇൻഷുറൻസിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ കൺവെൻഷണൽ ഇൻഷുറൻസ് എടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചോർത്തുള്ള ഭയമാണ്. നമുക്കൊരു ചരിത്രം പറയാം. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു സ്വഹാബി മരണശയ്യയിൽ കിടക്കുകയാണ്. ഒരുപാട് പെൺമക്കളുടെ വാപ്പയായ ഈ സ്വഹാബിയുടെ അടുത്തേക്ക് ഖലീഫ ഉമർ ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് സമ്പത്ത് കൊടുത്തയച്ചിട്ട് പറയാണ്, നിങ്ങളുടെ പെൺമക്കളുടെ ഇനിയുള്ള ജീവിതകാലത്തേക്കുള്ള ഒരു സ്വത്താണ് ബൈത്തുൽ മാലിൽ നിന്ന് ഖലീഫ കൊടുത്തയച്ചിട്ടുള്ളത് എന്ന് ഈ സ്വഹാബിയോട് പറഞ്ഞപ്പോൾ ആ സ്വഹാബി ആ ഒരു സമ്പത്ത് തിരിച്ചയക്കുകയാണ് ചെയ്തത്. സമ്പത്ത് നിരസിച്ചു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കാര്യമന്വേഷിച്ച സമയത്ത് ഈ സ്വഹാബി പറഞ്ഞു, എനിക്കൊരുപാട് പെൺമക്കൾ ഉണ്ടായതുകൊണ്ട് ഈ പെൺമക്കൾ പട്ടിണിയാകുമെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ സമ്പാദ്യം എനിക്ക് ഖജനാവിൽ നിന്ന് കൊടുത്തയച്ചത്, ബൈത്തുൽ മാലിൽ നിന്ന് ഈ സമ്പത്ത് കൊടുത്തയച്ചത് ആ ഒരു ഭയത്താലാണോ? എങ്കിൽ നിങ്ങൾ അറിയണം, റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും സൂറത്തുൽ വാക്കിയ രാത്രികാലങ്ങളിൽ പതിവാക്കിയാൽ അവന് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
അതുകൊണ്ട് അന്ന് മുതൽ എൻ്റെ പെൺമക്കളെ മുഴുവനും ഞാൻ സൂറത്തുൽ വാക്കിയ പതിവാക്കുന്നത് ഞാൻ പരിശീലിപ്പിക്കാറുണ്ട്, അവരത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല എന്ന് ആ ഒരു സ്വഹാബി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു ഈമാൻ, ആ ഒരു കഥയിൽ നിന്ന്, ആ ഒരു ചരിത്രത്തിൽ നിന്നുള്ള ആ ഒരു സ്വഹാബിയുടെ ഈമാൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഈമാനും കാര്യങ്ങളൊക്കെ ആ ഒരു സ്വഹാബാക്കളുടെ കാലത്ത് മാത്രം നിലനിൽക്കേണ്ടതല്ല. നമുക്കും അവരുടെ അത്ര ഈമാൻ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ ഒരു പാർട്ടെങ്കിലും നമുക്ക് ഉണ്ടാവണം. അതായത് സൂറത്തുൽ വാക്കിയ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ചെയ്യേണ്ടത് സൂറത്തുൽ വാക്കിയ രാത്രികാലങ്ങളിൽ പതിവാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാം. അതാണ് ഒന്നാമത്തെ ഇൻഷുറൻസ്. മാസത്തിലെടുക്കുന്ന ഇൻഷുറൻസ് അല്ല, ഓരോ ദിവസവും നഷ്ടമില്ലാതെ എടുക്കുന്ന ഇൻഷുറൻസ്. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ ദരിദ്രനാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പടച്ചോൻ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി നിർത്തും. ഇനി പടച്ചോൻ്റെ വിധിയിൽ മാസ്റ്റർ പ്ലാനിൽ നമ്മളെ ദരിദ്രനാക്കുന്ന വല്ല പ്ലാനുകളും ഉണ്ടെങ്കിൽ റസൂലുള്ള പറഞ്ഞ ആ ഒരു ഹദീസിനെ കളവാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അള്ളാഹ് ഉദ്ദേശിക്കില്ല. അതുകൊണ്ട് ആ വിധി തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ കാരണം കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട് ഒരിക്കലും ഇത് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം? ആ വിധികൾ മുഴുവനും അള്ളാഹു ചിലപ്പോൾ മാറ്റി എഴുതാം. അള്ളാഹുവിൻ്റെ മഹത്തായ കൃപ കൊണ്ട് ചിലപ്പോൾ മാറ്റി എഴുതിയേക്കാം. സൂറത്തുൽ വാക്കിയ പതിവാക്കിയാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷെ വാക്യ ഓതുന്ന സമയത്ത് ദാരിദ്ര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തിൽ, നിയ്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഓതാൻ പാടില്ല. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നു ചേരുന്നതാണ് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക പോലും എന്ത് ചെയ്യൂല. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ഇൻഷുറൻസ് ആയിട്ട് അഷുറൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. സൂറത്തുൽ വാക്കിയ പതിവാക്കാം. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് വേണ്ടത് വല്ല ആപത്തുകളും, ആക്സിഡൻസ്, അതുപോലെ മറ്റുള്ള വിപത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ് ദാനധർമ്മം ശീലമാക്കുക. ഒന്നും ദാനം കൊടുക്കാനില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മൾ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു ഈത്തപ്പഴം മാത്രമുള്ള ആളാണെങ്കിലും ആ ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീന്തെങ്കിലും കൊടുത്തിട്ട് അവൻ ആപത്തുകളെ തടയട്ടെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ദാനധർമ്മം ശീലമാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഹദീസുകൾ അതിനെ ചൊല്ലിയിട്ട് വന്നിട്ടുണ്ട്. അതായത് ദാനധർമ്മം ആപത്തുകളെ തടയുമെന്നും ദാനം പിന്നെ ഒരിക്കലും സമ്പത്തിനെ കുറക്കൂല എന്ന് തുടങ്ങി ഒരുപാട് നമ്മൾ കേട്ട് പരിചയിച്ച ഒരുപാട് നല്ല നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന ഹദീസുകളും അല്ലാതെയുമുള്ള പല വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദാനധർമ്മത്തെ ഒരാൾ ശീലമാക്കിയാൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ ഒരു 10% നമ്മൾ ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് സകല ആപത്തുകളിൽ നിന്നും അത് നമ്മളെ സംരക്ഷിക്കും. അതിനൊപ്പം തന്നെ നമ്മുടെ സമ്പത്തിനെ അത് കുറക്കൂല. അപ്പോൾ 100% റിട്ടേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരും സമ്പത്ത് കുറയൂല. അപ്പോൾ സമ്പത്തിനെ കുറക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്, നിങ്ങൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്കതിന് ബർക്കത്തുണ്ടാവും, നിങ്ങൾ സമ്പത്തിൽ ബർക്കത്തുണ്ടാവും. അതായത് ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഫാക്ടറാണ്. ഒരാൾക്ക് 10,000 രൂപ മാത്രമേ ഒരു മാസത്തിൽ ശമ്പളമുള്ളൂ. നേരെ മറിച്ച് അയാളുടെ ജീവിത ചെലവ് മുഴുവനും ഒരു 7,000 രൂപയ്ക്ക് കഴിഞ്ഞൊരു 3,000 അയാൾക്ക് മാസാവസാനം ബാക്കി വെക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അയാളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ട്. നേരെ മറിച്ച് ഒരാൾക്ക് മാസത്തിൽ 10 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഈ 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിട്ടും അയാളുടെ ലൈഫ് ആ രീതിയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് മാസാവസാനം ആവുന്ന സമയത്ത് ഒന്നും ബാക്കിയില്ലാത്ത ഒരവസ്ഥ, മാസാവസാനം വേറൊരാളോട് കടം മേടിക്കേണ്ട ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ സമ്പത്തിൽ ബർക്കത്തില്ല നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബർക്കത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് ബർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ബാക്കിയുള്ള ഫിനാൻഷ്യലി ഒന്നുകൂടെ സ്റ്റേബിൾ ആവാനും ബാക്കിയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടാനും എല്ലാത്തിനുള്ള ഒരു കവചമാണ്. അതുകൊണ്ട് ദാനധർമ്മത്തെ എന്തായാലും നിങ്ങൾ ജീവിതത്തിൽ ശീലമാക്കണം. ഈ ഹദീസുകളും അതേപോലെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തെ ആദ്യം നമുക്ക് വേണ്ടത് അചഞ്ചലമായ വിശ്വാസമാണ്. അത് നുബുവത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരിക്കലും റസൂലുള്ള സ്വന്തമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹ് എന്താണോ പറഞ്ഞത്, എന്താണോ പറയാൻ കൽപ്പിച്ചത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞത് സത്യമായേ പറ്റൂ, അതെന്തായാലും സംഭവിച്ചിരിക്കും. അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാവണം.
ഞാൻ ഒരാൾ ഒരു ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു ചരിത്രം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയാണ്. അതായത് ഒരു പണ്ഡിതൻ, ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നത്രേ. അതായത് യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്കൊക്കെതിരെ അള്ളയുണ്ട് എന്ന് ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതൻ. അപ്പോൾ ഒരു തെരുവിലൂടെ അയാളിങ്ങനെ നടന്നു വരുന്ന സമയത്ത്, മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത്, മാർക്കറ്റിൽ എന്തോ ഒരു സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ഒരു ഉമ്മയും മകനും ഒരുമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പണ്ഡിതനെ ഈ മകൻ കണ്ട സമയത്ത് വളരെ ബഹുമാനത്തോടു കൂടി എന്ത് ചെയ്തു, എണീറ്റ് നിന്ന് പണ്ഡിതൻ അങ്ങനെ നടന്ന് അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ മകൻ എണീറ്റ് നിന്ന് വളരെ ബഹുമാനത്തോടു കൂടി നിൽക്കുന്നത് കണ്ട സമയത്ത് ഈ ഉമ്മ ചോദിച്ചു, എന്തിനാ മോനെ നീ ഇത്രയും ബഹുമാനത്തോടു കൂടി എണീറ്റ് നിന്ന് ഇത്രയും ബഹുമാനം കാണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ച സമയത്ത് മകൻ ഈ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, അള്ളയുണ്ട് എന്നുള്ളതിന് 1000-ലധികം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഗണ്ണിച്ച് പ്രസംഗിക്കുന്ന മഹാപണ്ഡിതനാണ് ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞ മറുപടി, അതിന് അള്ള ഉണ്ട് എന്നുള്ളതിൽ സംശയമുള്ളവർക്കല്ലേ തെളിവിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണ്ഡിതൻ എന്ത് ചെയ്തു, ഈ ഉമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട സമയത്ത് ഈ പണ്ഡിതൻ ചോദിച്ചു, അല്ല ഉമ്മ, എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, അത് മുത്തുനബി പറഞ്ഞതല്ലേ എന്ന്. അത് അള്ള ഉണ്ട് എന്നുള്ളത് പറഞ്ഞതാരാ? മുത്തുനബി അല്ലേ എന്ന്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു തെളിവിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതെന്ന് ഈ പണ്ഡിതനോട് പറഞ്ഞ സമയത്ത് ഈ പണ്ഡിതൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്തൊരു ദുആ ഉണ്ട്, അള്ളാ, ഈ ഉമ്മയുടെ നിഷ്കളങ്കമായ ഈമാനെ എനിക്ക് നീ നൽകണമേന്ന്. മഹാപണ്ഡിതനായ ആ പണ്ഡിതൻ ദുആ ചെയ്തത് അങ്ങനെയാണ്, നിഷ്കളങ്കമായ ഈമാൻ നമുക്കുണ്ടാവണം. എത്രത്തോളം ഇൽമുണ്ടോ, വിവരം എത്രത്തോളം ഉണ്ട്, എത്ര ഡിഗ്രി ഉണ്ടോ, എത്രത്തോളം സമ്പത്തുണ്ടോ എന്നുള്ളതൊന്നല്ല, നിഷ്കളങ്കമായ ഈമാന് നമുക്കുണ്ടാവണം. ആ ഈമാൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ദാനവും അതേപോലെ സൂറത്തുൽ വാക്കിയൊക്കെ പറയുന്ന സമയത്ത് അതൊരിക്കലും അതേപോലെ തന്നെ പുലരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ജീവിതത്തിൽ ഭാഗമാക്കാൻ. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടി ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാനും പാടില്ല. സൂറത്തുൽ വാക്കി ഓതുന്ന സമയത്ത് എനിക്ക് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ എന്നുള്ള നിയ്യത്തിൽ ഒരിക്കലും ഓതരുത്. അത് ചിലപ്പോൾ ദാരിദ്ര്യം നിങ്ങളുടെ ഉദ്ദേശിച്ച ഫലം കിട്ടൂല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ആഖിറത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യൂല, അതുകൊണ്ട് ചിലപ്പോൾ ഉപകാരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് സൂറത്തുൽ വാക്കിയ നിങ്ങൾ പതിവാക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. സാധാ സൂറത്തുകളൊക്കെ ഓതുന്ന പോലെ ഭാഗമാക്കുക. ദാനധർമ്മം നന്നായിട്ട് എന്ത് ചെയ്യാം. പിന്നെ ദാനധർമ്മത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, സ്വതക്കുണ്ട്, അതേപോലെ സക്കാത്തുണ്ട്. സക്കാത്തൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അതിൻ്റെ കറക്റ്റ് എമൗണ്ടിൽ കൊടുത്തു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിൽ ദാരിദ്ര്യം എന്നുള്ള സംഗതി ഉണ്ടാവില്ല. അത് കച്ചവടത്തിൻ്റെ സക്കാത്ത്, അതേപോലെ സമ്പാദ്യത്തിൻ്റെ സക്കാത്ത്, എല്ലാത്തിൻ്റെയും സക്കാത്ത് എല്ലാ ജനങ്ങളും ഒരേപോലെ കൊടുത്തു വീട്ടുകയാണെന്നുണ്ടെങ്കിൽ സക്കാത്തിൻ്റെ അവകാശികളായിട്ട്, അതായത് ദരിദ്ര എന്ന വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടാവില്ല എന്നാണ്. പക്ഷേ എല്ലാവരും കൊടുത്തു വീട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ സമ്പത്ത് കൊടുക്കുന്നതിൽ നമുക്ക് മടി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം എന്ന് സാധാരണ പറയാറുണ്ട്. പണത്തിൻ്റെ ഫ്ലോ നമ്മൾ ഉണ്ടാക്കണം. ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ പണം എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, പണം ഇങ്ങനെ കെട്ടി നിർത്തുന്ന ആൾക്കാരെ പണത്തിന് ഇഷ്ടമില്ല എന്നാണ് സാധാരണ ഈ മറ്റേ എല്ലാ ഫിലോസഫേഴ്സും കാര്യങ്ങളൊക്കെ പറയല്. പണത്തിനങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്ന, അതായത് അതിന് ഫ്ലോ ചെയ്യണം. അതായത് മാർക്കറ്റിൽ ഇങ്ങനെ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ എക്കണോമി ഡെവലപ്പ് ആവുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, രാജ്യത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ സമ്പത്ത് ഇങ്ങനെ ഒഴുകണം എന്നുണ്ടെങ്കിൽ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്കും സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്കണം. അപ്പോൾ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടുള്ള സക്കാത്തായിട്ട് കൊടുക്കണം. അതിന് പുറമെ നമ്മൾ സ്വതക്കയായിട്ട് നൽകണം, അല്ലെങ്കിൽ ഹദിയയായിട്ട് നൽകണം. അങ്ങനെ എങ്ങനെയെങ്കിലും സ്വതക്ക നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറംതിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സമ്പത്തുണ്ടാവും, ബാക്കിയുള്ള എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും, വന്നു ചേരും. അപ്പോൾ അതിന് പുറമെ ഈ സ്വതക്കയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വീഡിയോ നീണ്ടു പോകുന്നുണ്ട് എന്നറിയാം. പക്ഷെ പറയുന്ന സമയത്ത് നമുക്ക് ഇത് പറയാതെ പോകാൻ കഴിയണില്ല. അതായത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രം. ഒരിക്കൽ അലി റളിയല്ലാഹു എനിക്കൊരു ഓർമ്മയിൽ നിന്നെടുത്ത് ഞാൻ പറയാണ്. ഫാത്തിമ ബീവിക്ക് അസുഖമായ സമയത്ത്, അസുഖം മാറിയ സമയത്ത് ഉറുമാബയത്തിനോട് അതിയായ ആഗ്രഹം വന്നു. അപ്പോൾ അലി റളിയല്ലാഹുവിനോട് ഈ ആഗ്രഹം പറഞ്ഞ സമയത്ത് അലി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല.
അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തോ ജോലി അന്വേഷിച്ച് ജോലി ചെയ്ത് കുറച്ച് എത്രയോ ദീനാറ് കിട്ടി മാർക്കറ്റിൽ പോയി ഒരു ഉറുമാമ്പയം എന്ത് ചെയ്തു മേടിച്ച് വന്നു. ഈ ഉറുമാമ്പയം മേടിച്ചിങ്ങനെ വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് എന്ത് ചെയ്തു, ഏതോ ഒരാൾ വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് ആ ഉറുമാമ്പയം എനിക്ക് തരുമോ, ഞാൻ ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഈ ഉറുമാമ്പയം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അലി റളിയല്ലാഹു അൻഹു സ്വതക്കയായിട്ട് എന്ത് ചെയ്തു, നൽകി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് ഫാത്തിമ ബീവി കാണാണ്. കൈകളിൽ പൊതിയും കാര്യങ്ങളൊന്നും ഇല്ല. ഫാത്തിമ ബീവി വന്ന ഉടനെ കാര്യങ്ങൾ പിന്നെ ഉറുമാമ്പയത്തെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ അലി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചിരുത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന് അങ്ങോട്ട് ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, ആ ഉറുമാമ്പയം ആ ദരിദ്രനായ പട്ടിണി കിടക്കുന്ന ആൾക്ക് കൊടുക്കലാണ് എനിക്ക് കൊണ്ടുവരുന്ന തരുന്നതിനേക്കാളും ഹൈറ് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. വാതിലിൽ ഒരാൾ മുട്ടിയ സമയത്ത് അലി റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കി. അപ്പോൾ ഒരു പൊതിയിൽ ഒരു 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 കൂട്ടം ഉറുമാമ്പഴം അനാർ അല്ലേ, അനാർ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇത് അങ്ങേക്ക് വേണ്ടി കൊടുത്തയച്ചതാണ് എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അത് നോക്കിയ സമയത്ത് 9 ഉറുമാമ്പഴം ഉണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എനിക്കുള്ള ഉറുമാമ്പഴം ആകില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ, സ്വതക്കയായിട്ട് കൊടുത്താൽ, അതിയായിട്ട് കൊടുത്താൽ അത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉറുമാമ്പഴം ഞാൻ സ്വതക്ക ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും 10 ഉറുമാമ്പഴം എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഇത് 9 ഉള്ളൂ, അതുകൊണ്ട് ഇത് എനിക്കുള്ളതാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വന്ന ആൾ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ച ഒരു ഉറുമാമ്പഴം എടുത്തിട്ട് പറഞ്ഞു, അല്ലയോ അലി റളിയല്ലാഹു അൻഹു, ഇത് അങ്ങേക്കുള്ളത് തന്നെയാണ്, അങ്ങയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒളിപ്പിച്ച് വെച്ചതാണെന്ന് പറഞ്ഞ് ഈ 10 ഉറുമാമ്പഴം അദ്ദേഹത്തിന് കൊടുത്തു. ഇത് അങ്ങയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ച ഉറുമാമ്പഴമാണ് എന്ന് പറഞ്ഞ് 10 ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ്, അതായത് 10 തന്നെയാണ് തിരിച്ചു കിട്ടിയത് എന്നുള്ള ഉറപ്പിലാണ് അലി റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഈമാനിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അലി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് വേറെയും ഇതേപോലത്തെ ചരിത്രങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സംഗതി വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഇൻഷുറൻസ്, ഒന്ന് ദാരിദ്ര്യമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ജോലിയാണെന്ത്, സൂറത്തുൽ വാക്കിയ ജീവിതത്തിൽ പതിവാക്കുക. രണ്ടാമത്തെ കാര്യം ദാനധർമ്മത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ദാനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൾച്ചറാണ്, അത് ഒരുപാട് സമ്പത്ത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഒരു ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ആ ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീന്ത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ നേടണം എന്നുള്ള ഒരു ആശയം വരുന്ന ഒരു ഹദീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എത്ര കുറഞ്ഞ എമൗണ്ടേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിലും, ഏത് കുറഞ്ഞ എമൗണ്ടിനും അതിനൊരു 10%, 5% ഒക്കെ ഉണ്ടല്ലോ. ഏത് കുറഞ്ഞ എമൗണ്ടിനും എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, സ്വതക്കയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉണ്ടാക്കിയ പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ, ആ പ്ലാനുകളൊക്കെ നിങ്ങൾ കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പണക്കാരനാകാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പണക്കാരാവാം, അതും ഹലാലായ മാർഗത്തിൽ.